is not answering. കൊള്ളാലോ. ഇതേതാ സാധനം? എവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാനും അത് ആലോചിക്കുന്നത്. ഞങ്ങളത് ശ്രദ്ധിച്ചേ. തോന്നുന്നു എന്തോ ഒന്ന് മുട്ടിയാലോ, എന്തോ ഒരു പന്തിയോട് തോന്നുന്നുണ്ട്. ആരെയെ തിരക്കി വന്നിരിക്കുകയാണ്. കുറെ നേരമായിട്ട് ഫോൺ വിളിച്ച് ഞാൻ അവിടുന്ന് കാണുന്നു. എന്നാൽ ഇത് എപ്പോഴും ഒരു പിടി കിട്ടുന്നു. എന്തായാലും ഉടായിപ്പാണ്. ഹലോ ഹലോ, നീ എവിടെയാ? പണ്ട് പണ്ടേ ഞാനിങ്ങനെ തന്നെ, പണ്ട് പണ്ടേ ഞാനിങ്ങനെ തന്നെ, ഇനിയുള്ള കാലവും പണ്ട് 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 ഞാനിങ്ങനെ തന്നെ, കാലവും ഇങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ. മോനെ ഞാൻ കിട്ടിക്കോളാം. അത് കുഴപ്പമില്ലടാ, താങ്ക്സ് ഏട്ടാ. ഇറ്റ്സ് ഓക്കെ ബ്രോ. പണ്ട് പണ്ടേ ഞാൻ. എത്ര നേരവും ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. കോട്ടയത്ത് നിന്ന് ഞാൻ കൊല്ലത്തെത്തിയിട്ടും ഇത്ര അടുത്തുള്ള നിനക്ക് വരാൻ പറ്റിയില്ലേ? വണ്ടിയൊന്നും കിട്ടിയില്ലടി, പിന്നെ കിട്ടിയ സൈക്കിൾ ലിഫ്റ്റ് അടിച്ചിങ്ങ് പോകുന്നു. ഓക്കെ, വാ പോവാം. വാ. അതേ പോന്നളിയാ സാധനം. ബീച്ചിലെ കാണുന്നതാ തോന്നുന്നത്. നമുക്കൂടെ പുറകെ വിട്ടാലോ? നീ എന്തു പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ? വീട്ടിലാരും ഇല്ല സമയം നോക്കി ഞാൻ ഇങ്ങ് ചാടി. നീയാ? ഞാൻ ഹോസ്റ്റലിലേക്കെന്ന് പറഞ്ഞാ ഇറങ്ങിയേ. പക്ഷേ അമ്മക്ക് എന്തോ പന്തിയോട് തോന്നിയെന്നൊരു സംശയം. കുഴപ്പമാവോ? എന്തു കുഴപ്പം? എന്തു വന്നാലും നീ ബോൾഡായിട്ട് നിന്നാ അതൊക്കെ മതി. ഞാൻ ഏറ്റ്. ഉം. നമുക്കൊരു ചായ അടിച്ചാലാ? ചേട്ടാ, ഒരു ചായ ഒരു പാൽ. എടാ, നമ്മൾ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ സെറ്റാ. അവിടെ എൻ്റെ ഫ്രണ്ട് ഒരു ഫ്ലാറ്റ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജോലിയുടെ കാര്യം അവൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു പുതിയ ലൈഫ് തുടങ്ങാൻ പോവുക. ആകെ ത്രില്ലില്ല. ഞാനും. പിന്നെ എടാ, എടാന്ന് ഞാൻ ഇനി മുതൽ നിന്റെ ഹസ്ബൻഡാണ്. കോൾ മീ ചേട്ടാ. ഓക്കെ. നാളെ മുതലേ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും ഒരു അടുക്കും ചുറ്റയും വേണം. കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അഭിമുഖീകരിക്കണം. പിന്നെ അടുക്കളയിൽ എന്നെ സഹായിക്കണം. എല്ലാ ആണുങ്ങളുടെ വിചാരം പാചകം പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യടി. കണ്ണെരിഞ്ഞിട്ട് വയ്യ. വരുക മനുഷ്യ. ഇത് തന്നെല്ലേടി കുറച്ചു നേരമായിട്ട് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ, ഫ്ലാറ്റിനൊക്കെ നല്ല റെൻ്റ് ആവും. നിന്നിൽ കാശ് എത്രയുണ്ട്? അതൊക്കെ ഉണ്ട്. എന്നാലും പറ.
500 രൂപയോ? ഇത് എന്നെ അമ്മയുടെ പേഴ്സ് ഞാൻ ചൂണ്ടിയാണ്. ഒളിച്ചോടാൻ വന്നവന്റെ കയ്യിൽ 500 രൂപ. എന്താടി പിറുപിറുക്കുന്നേ? ഒന്നുമില്ല. ആ അമ്മേ. മോനെ നീ വീട്ടിലാണോ? ആ അതെ. മോനെ അടുക്കളയിൽ മുട്ട പുഴുങ്ങിയതും പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, സമയത്തെടുത്ത് കഴിക്കണേ. ആ ശരി അമ്മേ. എടാ, നിനക്ക് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. വീട്ടിൽ നിന്ന് വന്നപ്പോഴേ എന്നെ കെട്ടിക്കാൻ വേണ്ടി വീട്ടുകാർ സ്വരൂപിച്ച കുറച്ച് സ്വർണവും കാശും ഉണ്ടായിരുന്നു. അതെടുത്തോണ്ടാ ഞാൻ വന്നേ. ബാംഗ്ലൂരിൽ ചെന്നിട്ട് നമുക്കത് വിൽക്കാം. എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? എടാ എന്താടാ, എന്തു പറ്റി? എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ അമ്മയെ കാണണം. അയ്യേ, നീ കരയാണോ? എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ അമ്മയെ കാണണം. കരയാതെ നീ മോൻ കഴുകും. ഡാ ഇറങ്ങ്, നിന്റെ വീടെത്തി. ഡാ ഒന്ന് നിന്നെ. സാർ അവിടെ രണ്ടാമത്തെ റൈറ്റ് തിരിയുമ്പോൾ കാണുന്ന ആദ്യത്തെ വീടാണേ. ആ അത് തന്നെ. ഓക്കെ സാർ, ഓക്കെ. അഞ്ജു. എന്താ മാഷേ? അഞ്ജു, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? നമുക്കിന്നൊരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ടാവും. ഗസ്റ്റോ? ആരാ അത്? നീ കുറച്ച് നാളായിട്ട് പറയുന്നില്ലേ എന്റെ ബോസിനെ ഒന്ന് പരിചയപ്പെടണമെന്ന്? നിന്റെ ആഗ്രഹം ഞാൻ ബോസിനോട് പറഞ്ഞിട്ടുണ്ട്. ആള് വരുന്നുണ്ട്. സത്യം? ആ, ബോസ് വന്നു എന്ന് തോന്നുന്നു. വരൂ സാർ. സാർ വീണു. സാറ് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയല്ലേ? കുറച്ച്. ഓ, സാർ ഇതെന്റെ വൈഫ് അഞ്ജലി. അറിയാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടി ഷോപ്പിംഗ് മാളിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടായിരുന്നു. ഓ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. നീ സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. സാർ ഒരു മിനിറ്റ്. അളിയനാ, ഒന്ന് വിളിച്ചിട്ട് ഇപ്പോൾ വരാം. ഹലോ, ആ പറയളേ. എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ അഞ്ജു? ആ ഗിഫ്റ്റ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. എന്നെ ഞാനാക്കിയ നിനക്ക് മാത്രമുള്ള ഗിഫ്റ്റ്. അയ്യോ സാർ, സോറി. ആ ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇറങ്ങട്ടെ. സാർ ഫുഡ്? അത് പിന്നീട് ഒരിക്കലാവാം. തനിക്കറിയാലോ എൻ്റെ തിരക്ക്. ഓ, ഡാ ഒന്ന് നിന്നെ. ഇത് നീ വെച്ചോ. ഇതിന്റെ ഒരു കുറവ് കൂടി നിനക്കുണ്ട്. പോട്ടെ, അമ്മ വിളിപ്പിച്ചു കേട്ടോ.